ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. പൗസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ എന്ന് വെച്ചാൽ മസാല ദോശയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന മസാല ദോശയല്ല, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നമ്മുടേതായ രീതിക്കുണ്ടാക്കുന്ന മസാല ദോശ. അപ്പോൾ അത് ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റാണ്. ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും മോളുടെയും എല്ലാവരുടെയും ഫേവറേറ്റ് ദോശയാണിത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ദോശയൊക്കെ വീട്ടിലുണ്ടാക്കാറുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടോയെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഈ ദോശ ഉണ്ടാക്കുന്ന ദോശയും ഈ മസാല ദോശയ്ക്ക് വേണ്ടിയുള്ള കൂട്ട് തയ്യാറാക്കുന്നത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കുന്നതാണ്. അപ്പോൾ ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു. നല്ല മഴയും മഞ്ഞും ഒക്കെ ആയിട്ട് രാവിലെ എഴുന്നേറ്റ് നമുക്ക് കഴിക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. അപ്പോൾ നല്ല തിരക്ക് പിടിച്ചുണ്ടാക്കിയതും കൂടിയാണ്. അപ്പോൾ ഞങ്ങളുടെ രാവിലത്തെ ഒരു ക്ലൈമറ്റാണിത്. രാവിലെ നല്ല മഴയും, അതായത് ചാറ്റൽ മഴയുണ്ടല്ലോ, നല്ല നനുനനുത്ത ചാറ്റൽ മഴയും മഞ്ഞും തണുപ്പും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ മസാല ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് പോയി പുറത്തെ കാഴ്ചകളൊക്കെ വീഡിയോ എടുക്കുന്നത്. നല്ല മഞ്ഞ് മൂടി കിടക്കുകയാണ്. നമുക്കത് നല്ലപോലെ വ്യക്തമല്ല, നല്ലവണ്ണം അറിയാൻ പറ്റും മഞ്ഞ് നല്ലതുപോലെ മഞ്ഞ്. പിന്നെ ആ വയലിൽ ഇതിരിപ്പുണ്ട്, വേഴാമ്പൽ പോലത്തെ കൊക്കുകൾ ഇരിപ്പുണ്ട്. അതായത് വലിയ കൊക്കുകൾ ആ വയലിലുണ്ടായിരുന്നു. ഞാനത് സൂം ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അത് കാണാൻ പറ്റുന്നുണ്ടോ? വെള്ള അത് കൊക്കുകളാണേ. അതെപ്പോഴും ഈ മഴ സമയത്ത് അതെപ്പോഴും വയലിൽ വന്നിങ്ങനെ എപ്പോഴും അത് വയലിൽ വന്നിരിക്കും. അപ്പോൾ രാവിലത്തെ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലെ ഒരു കാഴ്ചയാണ്. പിന്നെ അങ്ങ് ദൂരെ കാണുന്നത് മലയാണ്. അവിടെ മഞ്ഞിങ്ങനെ മൂടിക്കിടക്കുന്നതുകൊണ്ട്, നല്ല കണക്ക് മഞ്ഞ് മൂടിക്കിടക്കുന്നതുകൊണ്ട് നമുക്ക് മലകൾ കാണാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്കിവിടെ നിൽക്കുമ്പോൾ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ക്യാമറയിൽ കൂടി നമുക്കത് അറിയാൻ പറ്റുന്നില്ല. ഞാനത് സൂം ചെയ്ത് നോക്കുകയാണ്, എന്നാലും നമുക്കത് അത്ര നല്ലതുപോലെ അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ മോർണിംഗ് കാഴ്ചകളൊക്കെ. അപ്പോൾ ഗായ്സ്, ഞാൻ മസാല ദോശയുടെ ഇൻഗ്രീഡിയൻസ് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്